നമ്മളെല്ലാവരും കുഞ്ഞിലേ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. ഒരാട്ടിടൻ തൻ്റെ ആടുകളെ മേയ്ക്കാൻ പോയ സമയത്ത് ഇയാൾക്ക് പെട്ടെന്നൊരു കുസൃതി തോന്നി. ഇയാൾ ചുമ്മാ വിളിച്ച് പറഞ്ഞു, പുലി വരുന്നേന്ന്. ഇത് കേട്ട് കുറേ ആളുകൾ ഓടിക്കൂടി. അവർ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇയാൾ ഇവരെ പറ്റിച്ചതാണെന്ന്. 3-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെ ഇത് തന്നെ ചെയ്തു. ഇയാൾ ഇതേപോലെ വിളിച്ചു പോയി, പുലി വരുന്നേന്ന്. അന്ന് കുറച്ച് ആളുകൾ ഓടിക്കൂടി. അവർ വീണ്ടും പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായി. ഒരു 5-6 പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ശരിക്കും അവിടെ ഒരു പുലി വന്നു. അന്ന് ഇയാൾ പിന്നെ വിളിച്ച് പറഞ്ഞു, പുലി വരുന്നേന്ന്. അന്ന് ആരും വന്നില്ല അയാളുടെ. അന്ന് ഈ പുലി ഇയാളുടെ ആളുകളെ തിന്നുകയും ചെയ്തു. ഇങ്ങനെ ഓരോ പ്രാവശ്യവും പറ്റിക്കപ്പെട്ട് ഓടിക്കിതയ്ക്കണ ആ നാട്ടുകാർ നമ്മളാണെങ്കിലും, നമ്മളിങ്ങനെ ഓടിച്ച് പറ്റിക്കുന്ന ആട്ടിടെ നമ്മുടെ ബ്രെയിൻ ആണെങ്കിലും. ഈ ആങ്സൈറ്റിയെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ആങ്സൈറ്റിയും ഫിയറും ഒന്നാണോ? അതായത് നമ്മുടെ ഉത്കണ്ഠയും പേടിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിൽ നമ്മളൊരു പാമ്പിനെ കണ്ടു. അപ്പം നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻ ഇല്ലേ, അതിനാണ് ഫിയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തൊട്ട് മുമ്പിൽ റിയലി ഒരു ത്രെറ്റ് ഉള്ള സമയത്ത് നമ്മൾ കൊടുക്കുന്ന റിയാക്ഷനാണ് ഫിയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതേ പാടത്ത് കൂടെ നടന്നു പോവാണെന്ന് വിചാരിക്കുക. നമ്മളപ്പം ചിന്തിക്കുകയാണ്, ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇവിടെ പാമ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർത്തിട്ട് അതിന് നമ്മളൊരു ടെൻസ് ആവുകയാണ്. അതിനാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതായത് തൊട്ട് ഫ്രണ്ടിൽ റിയലി ഒരു ത്രെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ ത്രെറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആലോചിച്ച് പേടിക്കുന്നതിനാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സമാധാനം കളയുന്ന, നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന ഈ ആങ്സൈറ്റി കാരണമാണ് നമ്മൾ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഒരു കാലത്ത് നമ്മുടെ ജീവൻ പോലും രക്ഷിച്ചിരുന്ന, നമ്മുടെ സർവൈവലിന് പോലും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ടൂളായിരുന്ന ആങ്സൈറ്റി ഇന്ന് എങ്ങനെയാണ് ഒരു വില്ലനായത്? ഒരുപക്ഷെ ആ കഥ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ടൂളിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയാലോ? ആ കഥ അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകിലോട്ട് പോകണം. അതായത് നമ്മൾ മനുഷ്യർ പണ്ട് കാട്ടിൽ ഗുഹാമനുഷ്യരായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ജീവിച്ച ആ കാലത്തിലേക്കൊന്ന് പോകാം. നമുക്ക് അവിടെ ജീവിച്ചിരുന്ന 2 സുഹൃത്തുക്കളായ മനുഷ്യരെ കൺസിഡർ ചെയ്യാം. ഇവരൊരു ദിവസം വൈകുന്നേരം ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോവാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് അവരുടെ ഫ്രണ്ടിലുള്ള കാട്ടിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. അതിലൊരാൾ ഇത് കേട്ടിട്ട് ആങ്ഷ്യസ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. അയാൾ പറഞ്ഞു, അതൊരു പുലി ആയിരിക്കും, അങ്ങോട്ട് പോയാലും നമുക്ക് അപകടമാണെന്ന് പറയുന്നു. ഈ രണ്ടാമത്തെ ആൾ ഈ ആങ്സൈറ്റി ഒന്നും ഇല്ലാത്ത ഒരാളാണെന്ന് കരുതുക. അപ്പോൾ അയാൾ പറയണം, അത് കാറ്റടിച്ചായിരിക്കും, അത് പുലിയൊന്നും അല്ലടേ എന്ന് പറഞ്ഞ് അയാൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഇതിൽ ആരായിരിക്കും സർവൈവ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഒരു പക്ഷെ അത് കാറ്റടിച്ചത് തന്നെയാണെന്ന് കരുതുക. ആദ്യത്തെ ആൾക്ക് കുറച്ച് സമയം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ആൾ അത് ശരിക്കും പുലിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ സർവൈവൽ തന്നെ അവിടെ കഴിഞ്ഞു, അയാളുടെ ജീവൻ തന്നെ അവിടെ കഴിഞ്ഞു, അയാളുടെ പരമ്പര അവിടെ അവസാനിക്കും. ഇങ്ങനെ കാട്ടി ജീവിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ശബ്ദങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഓവർ റിയാക്ട് ചെയ്തിരുന്ന ആങ്ഷ്യസ് ആയിരുന്ന ആളുകൾ മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ. ഇവർ അടുത്ത തലമുറ ഉണ്ടാക്കി, അവരവരുടെ ജീന് പാസ് ഓൺ ചെയ്തു. ഒപ്പം അവരുടെ ജീവൻ നിലനിർത്താൻ സഹായിച്ച ടൂളായ ആങ്സൈറ്റിയും ഇവർ പാസ് ഓൺ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ആങ്സൈറ്റി ഇല്ലാതിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാതെ പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടിയിരുന്ന മനുഷ്യർ അധികകാലം ജീവിച്ചില്ല, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവർ അടുത്ത ജനറേഷൻ ഉണ്ടാക്കിയില്ല, അവരുടെ ജീന് പാസ് ഓൺ ചെയ്യാനും അവർക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണുന്ന നമ്മുടെ ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരും നമ്മുടെ ഈ ആങ്സൈറ്റി ഉണ്ടായിരുന്ന പൂർവികരുടെ തലമുറക്കാരാണ്. ഇപ്പം പറഞ്ഞ കഥയിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, എങ്ങനെയാണ് ആങ്സൈറ്റി നമ്മുടെ ജീവൻ പോലും നിലനിർത്താൻ സഹായിച്ചിരുന്നത് എന്നുള്ളത്. പക്ഷേ അപ്പോൾ എങ്ങനെയാണ് ആങ്സൈറ്റി ഒരു വില്ലനായത്? അതറിയണമെങ്കിൽ നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോകണം. അതായത് 2026 ആഫ്രിക്കയിലുള്ള ഒരു സാവന്നയിലേക്ക് നമുക്ക് പോകാം, അതായത് പുൽമേട്ടിലേക്ക്. ആഫ്രിക്കയിലെ ഈ നീണ്ട് പരന്ന് കിടക്കുന്ന ഈ സാവന്നയിൽ കുറ്റി മരങ്ങളിൽ നിന്ന് ഇലയൊക്കെ പറിച്ച് കഴിച്ച് ജീവിക്കുന്ന ഒരു ജിറാഫിന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ ജിറാഫും അതിന്റെ കൂട്ടുകാരും ഈ സാവന്നയിൽ നടന്ന് മരങ്ങളിൽ നിന്ന് ഇലയൊക്കെ പറിച്ച് കഴിച്ച് നടക്കുന്ന സമയത്ത് അതിന് ദൂരെ കൂടെ ചുറ്റും ഒരു സിംഹം ഇങ്ങനെ കറങ്ങി നടക്കണമെന്ന് വിചാരിക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ജിറാഫ് ആങ്ഷ്യസ് ആവും. ഈ ജിറാഫ് അപ്പം തന്നെ അവിടെ നിന്ന് ഓടി കുറച്ചും കൂടെ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതിന്റെ ബ്രെയിന് മനസ്സിലാവും ത്രെട്ട് മാറിയെന്ന്. അങ്ങനെ അതിന്റെ ആങ്സൈറ്റി മാറും. അത് അവിടെ നിന്ന് വീണ്ടും ഫുഡ് കഴിച്ചു തുടങ്ങും. ഒന്നും സംഭവിക്കാത്തവല്ല, അത് കൂളായിട്ട് മുന്നോട്ട് ജീവിക്കും. നമുക്കിനി വേറൊരു സിനാരിയോ നോക്കാം. ഈ ജിറാഫ് തന്നെ ഈ പുൽമേട്ടിലൂടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് ദൂരെ രൂപപ്പെടുന്നതായിട്ട് കാണും. ഇപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വീണ്ടും ആങ്ഷ്യസ് ആവും. ഇത് വേറെ സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടും, സേഫായ സ്ഥലത്ത് എത്തും, അതിൻ്റെ ആങ്സൈറ്റി കുറയും, അത് കൂളായിട്ട് ഒന്നും സംഭവിക്കാതെ വീണ്ടും ഫുഡ് കഴിച്ച് മുന്നോട്ട് പോകും. ഇവിടെ നമ്മൾ ഈ ജിറാഫിൻ്റെ ജീവിതം ഒന്ന് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. അതായത് ജിറാഫിൻ്റെ ജീവിതത്തിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഒന്നുകിൽ ആ നിമിഷത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷങ്ങളിലോ തന്നെ ഉണ്ടാവും. അതായത് ഈ ജിറാഫ് ഏറെക്കുറെ ആ നിമിഷത്തിലോ അല്ലെങ്കിൽ പ്രസന്റിലോ ആണ് ജീവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ജിറാഫ് ജീവിക്കുന്ന ഈ സാഹചര്യത്തിനെ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ഇമ്മീഡിയറ്റ് റിട്ടേൺ എൻവയോൺമെന്റ് എന്നാണ്. ഇനി ഈ ജിറാഫുകളെയും ആ പുൽമേടൊക്കെ കാണാനായിട്ട് അവിടേക്ക് സഫാരി വന്ന ഒരു കൂട്ടം മനുഷ്യരിൽ ഒരാളെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അയാളുടെ ചിന്തകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അയാൾ ചിന്തിക്കുന്നത് ഇങ്ങനെ ആവും. അതായത് എന്ത് മനോഹരമായ ഒരു പുൽമേടാണിത്, എത്രമാത്രം ജിറാഫുകളാണ് ഇവിടെ ഉള്ളത്, എന്ത് ഭംഗിയാണ് ജിറാഫുകളെ കാണാനായിട്ട്. ഇവിടുത്തെ റേഞ്ചർ എന്തൊരു ഭാഗ്യവാനാണ്, എനിക്കും ഒരു റേഞ്ചറായിട്ട് ഇവിടെ ജോലി കിട്ടിയിരുന്നെങ്കിലോ, ഞാൻ ചെയ്യുന്ന ജോലി ഞാനിപ്പോൾ ഓക്കെ ആണോ,
ഞാൻ ജോലി മാറാൻ സമയമായോ? അങ്ങനെ അയാൾ പതിയെ ആങ്ഷ്യസ് ആവാൻ തുടങ്ങും. പക്ഷേ നമ്മുടെ ജിറാഫിന്റെ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഈ എൻവയോൺമെന്റിനെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ഡിലേഡ് റിട്ടേൺ എൻവയോൺമെന്റ് എന്നാണ്. അതായത് ഇന്നത്തെ മനുഷ്യർ ജീവിക്കുന്നത് ഡിലേഡ് റിട്ടേൺ എൻവയോൺമെന്റിലാണെന്നാണ്. ജിറാഫിന്റെ പ്രശ്നങ്ങൾ ആ മൊമെന്റിലോ തൊട്ടടുത്തുള്ള മൊമെന്റുകളിലോ പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ നമ്മളെ മോഡേൺ മനുഷ്യന്റെ പ്രശ്നങ്ങൾ അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ആങ്ഷ്യസ് ആവുന്ന കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അതായത് നമ്മൾ ആങ്ഷ്യസ് ആവുന്ന പ്രധാന കാര്യം അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനെ പറ്റിയായിരിക്കും, അടുത്ത മാസത്തെ EMI എങ്ങനെ അടയ്ക്കുമെന്നായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ പ്രസന്റേഷൻ എങ്ങനെ ചെയ്യുമെന്നായിരിക്കും. ഈ ആങ്സൈറ്റി ആക്ച്വലി ഡെവലപ്പായി വന്നിരിക്കുന്നത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്തോളം നമ്മളെ പ്രശ്നങ്ങളും ഇപ്പം ഈ പറഞ്ഞ ജിറാഫിന്റെ പ്രശ്നങ്ങളും ഏകദേശം ഒരുപോലെ തന്നെ ആയിരുന്നു. നമുക്കന്ന് അടുത്ത ആഴ്ചത്തെ പ്രശ്നങ്ങളോ അടുത്ത മാസത്തെ പ്രശ്നങ്ങളോ അടുത്ത വർഷത്തെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ പരിഹരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെയായിരുന്നു. അത് പരിഹരിക്കലായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. നമ്മുടെ ഈ ബ്രെയിനിന് ഏകദേശം 2 ലക്ഷം വർഷത്തോളം പഴക്കമുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം സമയവും നമ്മൾ ജീവിച്ചിരുന്നത് ഈ പറഞ്ഞ ഇമ്മീഡിയറ്റ് റിട്ടേൺ എൻവയോൺമെന്റിലായിരുന്നു. ഈ കാണുന്ന ഇമേജ് നോക്കിയാൽ നമുക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇതിൽ ഓരോ ഡോട്ടും കാണിച്ചിരിക്കുന്നത് 100 വർഷത്തിലാണ് ഓരോ ഡോട്ടും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ ഗ്രീൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന അത്രയും സമയം നമ്മൾ ഇമ്മീഡിയറ്റ് റിട്ടേൺ എൻവയോൺമെന്റ് ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനമായിട്ട് മുകളിൽ കാണുന്ന 5 ഡോട്ട്, അതായത് റെഡ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന 5 ഡോട്ട്, അതായത് 500 വർഷമേ ആയിട്ടുള്ളൂ നമ്മൾ ഡിലേഡ് റിട്ടേൺ എൻവയോൺമെന്റിലേക്ക് നമ്മളെ ബ്രെയിന് വന്നിട്ട്. ആ ഗ്രീൻ ഷെയ്ഡഡ് ഏരിയയും ആ റെഡ് ഷെയ്ഡഡ് ഏരിയയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര വലിയൊരു കാലയളവാണ് ഇമ്മീഡിയറ്റ് റിട്ടേൺ എൻവയോൺമെന്റ് താമസിച്ചിരുന്നതും എത്ര ചെറിയൊരു സമയമാണ് നമ്മൾ ഈ ഡിലേഡ് റിട്ടേൺ എൻവയോൺമെന്റിൽ വന്നിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാവും. നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകം ഭയങ്കര സ്പീഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു 100 വർഷത്തിൽ നമ്മൾ പ്ലെയിന് കണ്ടു, ഇന്റർനെറ്റ് കണ്ടുപിടിച്ചു, കമ്പ്യൂട്ടർ മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ചു. എന്നാൽ നമ്മുടെ ബ്രെയിനിന് അത് ഉണ്ടായി വന്ന 2 ലക്ഷം വർഷത്തിന് മുമ്പിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഈ മോഡേൺ വേൾഡിൽ നമ്മുടെ ഈ പഴയ ബ്രെയിനുമായിട്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഈ കാണുന്ന സാധനമാണ് സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. നമ്മൾ വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ സ്മോക്ക് എയറിൽ പടരുന്ന സമയത്ത് ഇതത് ഡിറ്റക്ട് ചെയ്യും. സ്മോക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഇത് അലാം ഉണ്ടാക്കും, ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം എപ്പോഴാണോ ആ തീ അണഞ്ഞ് ഈ പുകയെല്ലാം കെട്ടടങ്ങുന്നത് അതുവരെ ഇതിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഏതാണ്ട് ഈ സ്മോക്ക് ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ആങ്സൈറ്റിയും വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പം ഒരു സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാൽപര്യമായിട്ട് കേൾക്കുക ചെയ്യുന്ന സമയത്ത് ഈ സ്മോക്ക് ഡിറ്റക്ടർ സ്മോക്ക് സെൻസ് ചെയ്യുന്ന പോലെ നമ്മൾ ഒരു അപകടം നമ്മുടെ ബ്രെയിന് സെൻസ് ചെയ്യാൻ തുടങ്ങും. ഈ സ്മോക്ക് ഡിറ്റക്ടർ അലാം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ബ്രെയിനും നമ്മുടെ മസിൽസ് ടൈറ്റ് ആക്കും, ഹാർട്ട് റേറ്റ് കൂട്ടും, ഇങ്ങനത്തെ കുറച്ച് സിഗ്നൽസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഈ തീ അണഞ്ഞ് സ്മോക്ക് കെട്ടടങ്ങുമ്പം അതിൻ്റെ അലാറം സ്റ്റോപ്പ് ആവുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് മാറി ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ആങ്സൈറ്റിയും പയ്യെ കൂൾ ഡൗൺ ആയി നമ്മളും നോർമലിലേക്ക് വരും. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളായ EMI, അതുപോലെ തന്നെ നമ്മുടെ ജോലി പോവോ, നമുക്ക് പ്രൊമോഷൻ കിട്ടുമോ, നമ്മുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഈ സിംഹത്തിനെ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ കാണുന്നത്. ഇതിനെല്ലാം ഒരു ത്രെട്ടായിട്ട് അല്ലെങ്കിൽ ഒരു അപകടമായിട്ടാണ് ബ്രെയിൻ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴും ബ്രെയിന് ആൻസൈറ്റി സിഗ്നൽസ് അതുപോലെ തന്നെ കൊടുക്കും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊന്നും പരിഹാരം ആ തൊട്ടടുത്ത മൊമെന്റിലില്ല. നമുക്ക് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പെട്ടെന്ന് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബ്രെയിനിന്റെ അലാം ലോങ് ടൈമിലേക്ക് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും, ഒരു അവസാനമില്ലാതെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മുടെ ക്രോണിക് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ആങ്സൈറ്റിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു ജാമ്യം എടുക്കുകയാണ്. ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അല്ല. എനിക്ക് ഈ വിഷയങ്ങളുള്ള താല്പര്യം കൊണ്ട് ഞാൻ വർഷങ്ങളായി വായിച്ചതും പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതുമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഈ ആങ്സൈറ്റി പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ സ്വയം സഹായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പെർട്ടിൻ്റെ സഹായം തേടണം. ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്താണ് ഈ ആങ്സൈറ്റി, അതെങ്ങനെ ഉണ്ടാകുന്നു, അത് എന്തിനുണ്ടാകുന്നു, ഇങ്ങനത്തെ കുറച്ച് നോളജ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചത്. കാരണം ഒരു വിഷയത്തിൽ നമുക്ക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യത്തെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരും. നമ്മുടെ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം കോൺസ്റ്റന്റ് ആയിട്ടുള്ള അൺസർട്ടനിറ്റിയാണ്. ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ 1 വർഷം വരെയൊക്കെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ജിമ്മിൽ പോയാൽ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ 6-7 മാസം വരെയൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺസ് കിട്ടാനായിട്ട് ചിലപ്പോൾ 10-20 വർഷം വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ ജെയിംസ് ക്ലിയർ എന്ന ഓതർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ,
നമ്മൾ ഡിലേഡ് റിട്ടേൺ എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് റിട്ടേൺ എൻവയോൺമെന്റ് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് നമ്മൾ ജയിക്കുവോ തോക്കുവോ എന്ന് ആലോചിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് ഇന്ന് 1 മണിക്കൂറെങ്കിലും അതിനുവേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് ചെയ്യുന്ന ആ പ്രവൃത്തി തന്നെ നമ്മൾ അതിന്റെ സാറ്റിസ്ഫാക്ഷനും കണ്ടെത്താൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ജിമ്മിൽ പോകുന്ന കാര്യവും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല ഇങ്ങനെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആക്ച്വലി നമ്മൾ ഇമ്മീഡിയറ്റ് റിട്ടേൺ എൻവയോൺമെന്റ് ജീവിക്കുന്ന വഴി നമ്മുടെ ഡിലേഡ് റിട്ടേൺ എൻവയോൺമെന്റിന്റെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. തൽക്കാലം വിടാം.